അതെ, പിതാവിനെ കാണാൻ വേണ്ടി വന്നതാണ്. വലിയ സന്തോഷം പറഞ്ഞു. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. എന്താണെങ്കിലും സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്ല, ഞാനൊരു കേട്ടസി വിസിറ്റ് എന്നുള്ള നിലയ്ക്ക് വന്നതാണ്. ഇന്നിപ്പോൾ ഔസേപ്പിതാവിൻ്റെ തിരുനാളുമായി ബന്ധപ്പെട്ട് എല്ലാ പള്ളികളിലും പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഫോർട്ട് കൊച്ചി സാന്താക്രൂസി വന്നപ്പോൾ ഇവിടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പിതാവിനെ കാണാൻ ഒരു അവസരം ഉണ്ടായതുകൊണ്ട് വന്ന് കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഇല്ല, ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. അല്ല, അവസാന നിമിഷം വരെ പ്രതീക്ഷയുണ്ട്. നോക്കാം, അത് വരട്ടെ. കൊച്ചിയുടെ ചാർജ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടി സംയോജിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്നത്. ഇവിടെ ഇപ്പോൾ UDFൻ്റെ യോഗം നടന്നു, ഇന്നലെ നടന്നു. മറ്റുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ മുതിർന്ന നേതാക്കളുണ്ട്, അവരെല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടി എനിക്കും പ്രവർത്തിക്കാനുണ്ടല്ലോ. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, KPC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചില ചാർജുകൾ എനിക്ക് കൊച്ചിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടും കൂടിയാണ് കൊച്ചിയിൽ തുടരുന്നത്. സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടാകും. ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ പ്രവർത്തിക്കും, അല്ല മറ്റൊരാളാണെങ്കിൽ ആ സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ഉണ്ടാകും. ഇന്ന് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അത് സ്വാഗതം എന്ന് പറഞ്ഞ് സ്ഥാപിച്ചായിട്ടാണ് എനിക്ക് അറിയാവുന്നത്. ഇലക്ഷന്റെ പ്രചരണാർത്ഥമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീരുമാനം എടുക്കേണ്ടത് നേതൃത്വമാണ്. ഒരു തീരുമാനം വരുന്ന അതുവരെ ഈ മണ്ഡലത്തിൽ സജീവമാവുക എന്നുള്ളതാണ്. അതെ, അല്ല, ഈ മണ്ഡലത്തിൽ അല്ലെങ്കിലും ഞാൻ സജീവമാണല്ലോ. എറണാകുളം ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും സംഘടനാപരമായിട്ട് സജീവമായി തന്നെയാണ് നിൽക്കുന്നത്. അത് കൊച്ചിയിലും അതുപോലെ തന്നെയാണ്. അത് പ്രത്യേകിച്ചൊരു പുതിയ പ്രദേശത്തല്ലല്ലോ നമ്മൾ പോകുന്നത്, എറണാകുളത്തിൻ്റെ ഭാഗം തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ അകത്തൊരു പ്രത്യേകമായിട്ടൊന്നുമില്ല. സംഘടനാ പ്രവർത്തനവും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനം അല്ലല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സംഘടനാപരമായ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റു ചില പ്രവർത്തനങ്ങളും കൂടി അതിനോടൊപ്പം തന്നെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അദ്ദേഹം എന്നോട് പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ടൊന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി കൂട്ടായി എടുക്കുന്ന തീരുമാനമാണല്ലോ. പാർട്ടിക്ക് കൂട്ടായി ആണല്ലോ ലീഡർഷിപ്പ് ഒരു തീരുമാനം എടുക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായി വേറെ പ്രത്യേകമായിട്ടൊന്നുമില്ല അതിൻ്റെ അകത്ത്. അതൊക്കെ ഇനിയും പറയണ്ട. കൊച്ചി കോർപ്പറേഷൻ മേയർ ഇതൊന്നും ഇതിൻ്റെ അതിനും പറഞ്ഞിട്ട് എന്താ കാര്യം? അതിൻ്റെ അകത്തൊരു വ്യക്തമായ ഒന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. വ്യക്തമായൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഇന്നലെ അർദ്ധരാത്രി വരെ ചർച്ചയുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതെ. ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിക്കും. എനിക്ക് തോന്നുന്നു അത് എത്രയും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, തീർച്ചയായിട്ടും എല്ലാം പോസിറ്റീവാണ്. അതിപ്പോൾ സ്ഥാനാർത്ഥി ആയാലും ഇല്ലെങ്കിലും പോസിറ്റീവാണ്. UDF നയിക്കും, കേരളം ജയിക്കും, അതാണ്. ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്.